ഞാൻ പറഞ്ഞ കാര്യം എന്താ? ഞാൻ നടക്കും എന്റെ കുഞ്ഞാനിക്ക. എന്താ ഇത്ര സംശയം? നിനക്ക് വേണ്ടി ഞാൻ പോയി പെണ്ണിനെ കണ്ട് സംസാരിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ. നോക്ക്. കളിക്കിട്ടാ എങ്കി ഇന്ന് തന്നെ പോയി ഞാൻ കബൂലാക്കിയേക്കാം. കിളി ബേജാറാകാതെ. ഒന്നുകൂടെ കാണട്ടെ ആ ഫോട്ടോ. നേരിട്ട് കാണാൻ പോകുകയല്ലേ, പിന്നെന്തൊരു ഫോട്ടോ? ഫോട്ടോ ഒന്നുകൂടെ കാണട്ടെ. ചെല്ലു പോ. എന്റെ മോനൊരു പെണ്ണ് വേണോന്ന് പറഞ്ഞിരുന്നല്ലോ, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാ. ഓ, നിങ്ങളുടെ മോനൊരു പെണ്ണ് വേണം. മോന് വയസ്സെത്രയായി? 24. അപ്പൊ 18 വയസ്സുള്ള പെണ്ണ് വരെ ആകാമല്ലേ? വിരോധമില്ല. ഒരൊറ്റ എണ്ണം ബാക്കിയുണ്ട്, പറ്റുമെന്ന് നോക്ക്. എനിക്ക് പറഞ്ഞുറപ്പിച്ച പെണ്ണ് ഞാൻ വിട്ടുകൊടുക്കൂല. നിനക്ക് പറഞ്ഞുറപ്പിച്ച പെണ്ണോ? എടാ, ഒരു പെൺകുട്ടിയായാൽ 1000 ആലോചനകൾ വരും. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കേസാ. നീ അല്പം മാറി നിൽക്ക്. ഇതെന്തൊട്ട് ബിസിനസ് ആണിത്? എന്താ പറ്റുമോ? എടാ പാറുകാല, ഇത് എന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ അല്ലേ? എനിക്ക് പുതിയാപ്പിള നോക്കാൻ എന്റെ ബാപ്പ നിന്നെ ഏൽപ്പിച്ച എന്റെ ഫോട്ടോ അല്ലേ ഇത്? അപ്പൊ ഒരു സംശയം, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? പിന്നെ എന്റെ കല്യാണം കഴിയാതെയാണോ മോന് പെണ്ണന്വേഷിച്ചു വരുന്നത്? ഞങ്ങളെ നിങ്ങളുടെ പേരക്കിടാവിനെ പെണ്ണന്വേഷിച്ചു വരുമ്പോഴും കുഞ്ഞാനിക്ക ഈ ഫോട്ടോ തന്നെ കാണിച്ചു തരും. അതാണ് കുഞ്ഞാനിക്കന്റെ കഴിവ്. കിളി പറഞ്ഞതാ അതിന്റെ സത്യം. പഴയ കമ്പനികളിലെ പഴയ ചരക്ക് കിട്ടൂ. മനസ്സിലായോ? ഇനി ഞാനിവിടെ വരട്ടെയില്ല. വേറെ ഉണ്ട്. വേണ്ട. എന്നാ പോ. കിളി കണ്ട് രസിച്ചോ. ബാപ്പ എല്ലായ്പ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നോണ്ട് നിങ്ങൾക്ക് എന്നോടായിരിക്കും മുഷിച്ചിൽ തോന്നുന്നത്. ബാപ്പ ചെയ്ത തെറ്റ് നിന്നോട് വിഷമം കാണിച്ചിട്ടെന്താ? ആരെന്ത് കാണിച്ചാലും പറഞ്ഞാലും ശരി, എനിക്ക് വിരോധമില്ല. നീ മാത്രം എന്നെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്രയ്ക്ക് സ്നേഹമുള്ള ഒരാളെ ഭർത്താവായി കിട്ടിയത് എന്റെ ഭാഗ്യാണ്. ആ ഒരു കുറവാണ് ബുക്ക എന്നെ ഇന്ന് തീറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കാലശേഷം ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ ഒരവകാശിയില്ല. വിവാഹം കഴിച്ച 6-ാം മാസം എനിക്കെന്റെ ഭാര്യ നഷ്ടപ്പെട്ടു. ഒരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹത്താൽ ഞാൻ 2ാം വിവാഹം കഴിച്ചു. അവൾ 3 പ്രസവിച്ചെങ്കിലും കുട്ടികളാരും അധികകാലം ജീവിച്ചിരുന്നില്ല. 4ാമത്തെ പ്രസവത്തോടെ അവൾ മരിച്ചു. ഒരു കല്യാണം കൂടി കഴിക്കണം. സാഹിബിന് മക്കൾ ഉണ്ടാവേണ്ട പ്രായമൊന്നും കഴിഞ്ഞിട്ടില്ല. എനിക്കാരാ ഇനി പെണ്ണ് തരാൻ? പെണ്ണിനാണോ പഞ്ഞം? സാഹിബ് സമ്മതിച്ചാ മതി. പറ്റിയ പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചുതരാം. സാഹിബ് എന്താ ഒന്നും മിണ്ടാത്തത്? ഒരു പെണ്ണിനോടൊത്ത് ജീവിക്കാനുള്ള മോഹം കൊണ്ടല്ല, ഈ ഭാരിച്ച സ്വത്തിന് ഒരവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാനൊരു വിവാഹത്തിന് കൂടി തയ്യാറാകാം. വളരെ നല്ലത്. ഇനി അങ്ങോട്ട് സാഹിബിന് ഒരു വിഷമം അനുഭവിക്കേണ്ടി വരില്ല. സാഹിബിന് പെണ്ണ് കണ്ടുപിടിക്കണതും കല്യാണം കഴിപ്പിക്കണതും ഒക്കെ എന്റെ ചുമതല. അപ്പോ ഞാനതകട്ടെ. അല്ല, നാളെ ബക്രീദല്ലേ? ഓ, ഈ ബക്രീദൊക്കെ ആരോർക്കുന്നു? എനിക്കെന്നും ബക്രീദില്ല. നാളെ വൈകുന്നേരം ഇക്ക ഇങ്ങോട്ട് പോരണം. നമുക്കിവിടെ കൂടാം. അങ്ങനെയാവട്ടെ, ഇൻഷാ അല്ലാഹ്. ഈ ഭാരിച്ച സ്വത്തിന് ഒരവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാനൊരു വിവാഹത്തിന് കൂടി തയ്യാറാകാം. ഈ ഭാരിച്ച സ്വത്തിന് ഒരവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാനൊരു വിവാഹത്തിന് കൂടി തയ്യാറാകാം. നിങ്ങൾ എന്താ ഈ ആലോചിക്കുന്നത്? പിന്നെ ഞാൻ ആ കുഞ്ഞു മുഹമ്മദ് സാഹിബിനെ കുറിച്ച് നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അതെ. അയാളിപ്പോ ഒരു കല്യാണത്തിന് സമ്മതിച്ചിരിക്കുക. അതിന് നമുക്കെന്താ?
കെട്ടിച്ചു കൊടുക്കാൻ നമ്മുടെ ഈ പെൺകുട്ടികളില്ലല്ലോ. ഉണ്ടടി മറിയമ്മ, റംലത്ത് പെണ്ണല്ലേ? ഇതെന്ത് കൂത്താണ് നിങ്ങൾ ഈ പറയുന്നത്? അവൾക്ക് കിട്ടിയവനില്ലേ? കെട്ടിയവൻ എടി 3 മൊഴിയുടെ ബന്ധല്ലേ? അതങ്ങ് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് തലയ്ക്ക് ചൂടാ. നെല്ലിക്കത്തോളം വെച്ചാലേ ശരിയാവും. എല്ലാ വീടുകളിലും കമ്പിത്തിരിയും പൂത്തിരിയും. കുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇതൊക്കെ കത്തിച്ചേനെ. നീ മനസ്സ് വയ്ക്കാത്തോണ്ടാ. നോക്കിക്കോ, അടുത്ത കൊല്ലം ഈ വീട്ടിൽ ഇതുപോലൊക്കെ കത്തിക്കും. അത് നിന്റെ മിടുക്കൊണ്ട് മാത്രമാവില്ല. സമ്മതിച്ചു, നിങ്ങളുടെ മിടുക്കൊണ്ട് തന്നെയാ നടക്കുന്നത്. എങ്ങനെ, കൊള്ളാമോ? തെറ്റില്ല. 2ാം കല്യാണാണ്. അപ്പോ ആദ്യ ഭർത്താവ്? അവൻ അത്ര സുഖമില്ലാത്തവനായതുകൊണ്ട് മൊയ് വാങ്ങി. ആ, അതിരിക്കട്ടെ, പെണ്ണിന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ ശ്രമിക്കുമായിരുന്നു. ചുരുക്കത്തില് കല്യാണം കഴിക്കാൻ സമ്മതാണെന്ന്. പെണ്ണേതാണെന്ന് പറഞ്ഞില്ല. എന്റെ മോള് തന്നെ, റംലത്ത്. ഓ, പറയുമ്പ കുഞ്ഞു മുഹമ്മദ് സാഹിബ് റംലത്തിന് കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. നിങ്ങൾ എന്ത് പച്ച പ്രാന്തായി പറയുന്നത്? നൊസ്സുണ്ടോ മനുഷ്യ നിങ്ങൾക്ക്? കല്യാണം കഴിഞ്ഞ ഒരു ആണിനോടൊത്ത് കഴിയുന്ന ഒരു പെണ്ണിനെ? അതല്ലേ ഇബ്ലീസ് എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി അവന്റെ അവളുടെ മൊഴി വാങ്ങണം. മാവേ കിടക്കുന്ന മാങ്ങ പറിച്ചെടുക്കുന്ന എളുപ്പത്തിൽ നടത്താൻ പറ്റുന്ന കാര്യം പോലാണല്ലോ നിങ്ങളുടെ സംസാരം. ഒരു കാരണവും കൂടാതെ. കാരണം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം, അതിനാ തലച്ചോറ്. നാളെ ഉച്ചയ്ക്ക് റംലത്ത് കുളിക്കാൻ പോകും. ആ സമയത്ത് നീ സുൽഫിക്കറിന് നിന്റെ മുറിയിൽ വരുത്തണം. എന്നിട്ട് അവനെ കയറി പിടിക്കണം. ആ സമയത്ത് ഞാൻ അവിടെ വരും. എന്റെ റബ്ബേ, എന്നെ കൊണ്ടാവില്ല ഈ പൊല്ലാപ്പിനൊന്നും കൂട്ടു നിൽക്കാൻ. പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഇഞ്ചി കുത്തൂത്തി കളിഞ്ഞാൻ. നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും വിരോധമില്ല. റംലത്തിന് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. 2ാം ഉമ്മയാണെങ്കിലും അവൾ എനിക്ക് സ്വന്തം മോളെ പോലെയാ. ആണോ? എങ്കിൽ അവള് സുഖമായി ജീവിക്കുന്നത് കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ? സുൽഫിക്കറിന് പിരിഞ്ഞുള്ള ജീവിതം അവൾക്ക് ഒരിക്കലും സുഖമായിരിക്കില്ല. അവൾ അവനെ അത്രയധികം സ്നേഹിക്കുന്നു. നീ എന്നെ പിശാചാക്കരുത്. ഞാൻ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഈ വീട്ടിന്റെ ആദ്യം എടുക്കുന്ന മയ്യത്ത് നിന്റേതായിരിക്കും. ഓർമ്മിരിക്കും. എന്ത് മാങ്ങാത്തൊലിയാണ് ഇത്ര കണ്ട് ആലോചിക്കാനുള്ളത്? പെണ്ണിന് പൊന്നൊന്നും കൊടുക്കണ്ട. ഉടുപടവകളെല്ലാം ചെറുക്കന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. മറ്റു ചുറ്റുവട്ടങ്ങളൊന്നും ആവശ്യമില്ല. പെണ്ണിനെ അങ്ങ് നിക്കാഹ് ചെയ്ത് കൊടുക്കണം, അത്ര തന്നെ. ഒരാഴ്ചക്കകം നിക്കാഹ് നടത്തണമെന്നല്ലേ കുഞ്ഞായൻ പറയുന്നത്. അപ്പോഴാണ് എനിക്ക് പിടികിട്ടാത്തത്. ആ കാര്യത്തിൽ ഒരു നീക്കുപോക്കുമില്ല. ചെറുക്കൻ പെർഷ്യയില്ല, ലീവ് എടുത്ത് വന്നിരിക്കുക. കല്യാണം കഴിഞ്ഞ 1 മാസമെങ്കിലും പെണ്ണിനും ചെറുക്കനും തട്ടിമുട്ടി ഉരസി കഴിയണ്ടേ? മനസ്സിലായ? കേട്ടിടത്തോളം നല്ലൊരു കാര്യമായിട്ടാ തോന്നുന്നത്. അല്പം പ്രയാസപ്പെടേണ്ടി വന്നാലും നമുക്കിത് നടത്തിക്കളയാം. ആ പറഞ്ഞതാണ് അതിന്റെ ശരി. നിങ്ങളുടെ വീടരോളോ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാതായി പോയല്ലോ എന്റെ അബ്ദുള്ള കുഞ്ഞിക്ക. മനസ്സിലായ? എടി സജിമോളെ, നീ പറഞ്ഞില്ലെങ്കിലും വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? കല്യാണം ഉറപ്പിച്ച വിവരം കൊട്ടിപ്പാടി നടക്കണോ ഞാൻ? അത് ബോറ. എന്നാലും നാം തമ്മിലുള്ള ഇരിപ്പ് നിലയ്ക്ക് നിനക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നു.
കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നാം ഇപ്പോഴല്ലേ ആദ്യമായി കാണുന്നത്?